പാകിസ്ഥാനികളിൽ നല്ലവരുമുണ്ട്. പാകിസ്ഥാൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ എയർ കമാൻഡർ പർവേസ് അക്തർ ഖാൻ വേറിട്ട പാകിസ്ഥാനിയാവുകയാണ്. പാകിസ്ഥാനികളെ ഓർത്ത് ലജ്ജ തോന്നുന്നു. തേജസ് വിമാനം തകർന്നു വീണ് മരിച്ച പൈലറ്റിനെ പരിഹസിച്ചവരെ വളരെ ശക്തമായി വിമർശിച്ച് മുൻ പാക് വ്യോമസേന കമാൻഡർ രംഗത്ത്. ഒരു ഇന്ത്യക്കാരനൊരു അപകടമുണ്ടായാൽ, ഇന്ത്യക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആദ്യം സന്തോഷിക്കുക പാകിസ്ഥാൻ ആയിരിക്കും എന്നത് 100% വീണ്ടും ശരിയാവുകയാണ്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ദുബായിൽ എയർ ഷോയ്ക്കിടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണ് ഇന്ത്യൻ വ്യോമസേനയുടെ ധീരനായ പൈലറ്റ് നമാസ് സിയാൽ മരിച്ചിരുന്നു. ഈ അപകടം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദന ഉളവാക്കുന്നതാണ്. പക്ഷേ പാകിസ്ഥാനിലുള്ള ചിലർ ഈ അപകടത്തിൽ സന്തോഷിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ചില പാകിസ്ഥാൻ അക്കൗണ്ടുകളിൽ നിന്ന് അപമാനകരവും പരിഹാസപരവുമായ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വിരമിച്ച പാകിസ്ഥാൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ എയർ കമാൻഡർ പർവേസ് അക്തർ ഖാൻ പരിഹസിച്ചവരെ ശാസിച്ചിരിക്കുന്നു. തന്റെ പോസ്റ്റിൽ ഇന്ത്യൻ പൈലറ്റിന് ആദരാഞ്ജലി അർപ്പിക്കുകയും ആകാശത്തിന്റെ സംരക്ഷകൻ നിശബ്ദനായി എന്ന് എഴുതുകയും ചെയ്തു. ദുബായ് എയർ ഷോയിലെ വ്യോമാതിർത്തി പ്രദർശനത്തിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ തേജസ് തകർന്നു വീണ വാർത്ത ഹൃദയഭേദകമാണ്. വാക്കുകൾക്ക് അത് വിവരിക്കാൻ കഴിയില്ല. പറക്കലിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലാണ് എയറോബിക്സ്. അവിടെ വൈദഗ്ധ്യം, ധൈര്യം, കൃത്യത എന്നിവ അത്യാവശ്യമാണ്. ഇവ സ്റ്റണ്ടുകളല്ല. രാജ്യത്തിന്റെ അഭിമാനത്തിനും സാങ്കേതിക ആത്മവിശ്വാസത്തിനും വേണ്ടി ജീവൻ പണയപ്പെടുത്തുന്ന പുരുഷന്മാരും സ്ത്രീകളും നടത്തുന്ന പ്രൊഫഷണൽ വൈദഗ്ധ്യത്തിന്റെ പ്രവർത്തികളാണ് എന്നാണ് അദ്ദേഹം എക്സൽ കുറിച്ചത്. കൂടാതെ ഇന്ത്യൻ വ്യോമസേനയ്ക്കും രക്തസാക്ഷിത്വമുള്ള വ്യോമസേനയുടെ കുടുംബത്തിനും എന്റെ അഗാധവും ആത്മാർത്ഥവുമായ അനുശോചനം അറിയിക്കുന്നു. ഒരു പൈലറ്റിനെ മാത്രമല്ല, ആകാശത്തിന്റെ ഒരു സംരക്ഷകനെയും നിശബ്ദരാക്കി. നമ്മുടെ അതിർത്തിയിലെ ചില ആളുകൾ സഹതാപത്തിന് പകരം പരിഹാസമാണ് തിരഞ്ഞെടുത്തത്. എന്നെ ഇത് ദുഃഖിപ്പിക്കുന്നു. ഇത് ദേശസ്നേഹമല്ല, ധാർമ്മിക നിരക്ഷരതയാണ്. ഒരു സഹവൈമാനികൻ തന്റെ കടമ നിർവഹിക്കുന്നതിന്റെ ധൈര്യത്തെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞത് കൈയടിക്ക് വേണ്ടിയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ പതാകയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ നമ്മുടെ പതാകയ്ക്ക് വേണ്ടി പറക്കുന്നത് പോലെ ഇത് ബഹുമാനം അർഹിക്കുന്നു, പരിഹാസമല്ല. ഇതിനു പുറമെ എനിക്കും സമാനമായ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ യൂണിഫോമിലുള്ള എന്റെ സഹോദരന്മാരെ നഷ്ടപ്പെട്ടു. ധീരരായ നേതാക്കളായ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് അലംദാർ, സ്ക്വാഡ്രൺ ലീഡർ ഹസ്നത്ത് എന്നിവരെ പ്രകടനത്തിന്റെ ഉയർന്ന തലത്തിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്തവരാണ്. ഒരു വിമാനം നിശബ്ദമാകുന്ന നിമിഷം അതിൽ ഒരു രാജ്യവുമില്ല, നഷ്ടം മാത്രമേ ഉള്ളൂ. ഒരു കുടുംബം തകർന്ന നിശബ്ദതയിൽ അവശേഷിക്കുന്നു. ഒരു യഥാർത്ഥ പ്രൊഫഷണൽ മറ്റൊരു പ്രൊഫഷണലിനെ ബഹുമാനിക്കുന്നു. ഒരു യഥാർത്ഥ യോദ്ധാവ് ശത്രുരേഖകൾക്കപ്പുറത്ത് പോലും മറ്റൊരു യോദ്ധാവിനെ സല്യൂട്ട് ചെയ്യുന്നു. വീണുപോയ പൈലറ്റുമാർക്ക് എപ്പോഴും പ്രക്ഷുബ്ധതയ്ക്കപ്പുറം നീലാകാശം ഉണ്ടാകട്ടെ. വാക്കുകൾ പരാജയപ്പെടുന്നിടത്ത് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകട്ടെ. ഇങ്ങനെയാണ് അദ്ദേഹം തന്റെ പോസ്റ്റിൽ കുറിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രത്യേകതയുള്ള ഒരു അനുഭവം തന്നെയാണ്. പലപ്പോഴും പാകിസ്ഥാനിൽ നിന്ന്, പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നാലും പാകിസ്ഥാനിലെ അധികാരികളുടെ ഭാഗത്തു നിന്നായാലും പലപ്പോഴും ഇന്ത്യക്ക് നേരെ നിശിതമായ വിമർശനങ്ങൾ പല വിഷയങ്ങളുടെ മേലും ഉണ്ടായിട്ടുണ്ട്. അതും ഭാരതത്തിലുള്ള ഒരു പൗരൻ ഇത്തരത്തിൽ ക്രൂരമായ ഒരു അപകടം സംഭവിക്കുമ്പോൾ അതിനെതിരെ പരിഹസിക്കുക അല്ലെങ്കിൽ അതിൽ സന്തോഷം വളരെ പരസ്യമായി പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും, അതിനിപ്പോ ഏത് രാജ്യക്കാരനായാലും ഏത് ശത്രുവിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളായാലും അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഒരിക്കലും ഇന്ത്യ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, എല്ലാ പാകിസ്ഥാനികളും ഒരുപോലെയല്ല. പാകിസ്ഥാനിൽ മനുഷ്യത്വപരമായി ചിന്തിക്കുന്നവരും ഉണ്ട് എന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥൻ ഒരു വേറിട്ട കാഴ്ചയാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.